ഹായ് ഗൈസ്, എക്സ്പോ കാണാൻ പോയാലോ? അപ്പോൾ കോഴിക്കോട് സരോവരം പാർക്കിൻ്റെ അടുത്തായിട്ട് ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് ബയോ പാർക്കായ സരോവരം ബയോ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു അണ്ടർ വാട്ടർ മറൈൻ വേൾഡ് എക്സ്പോ നടക്കുന്നത്. അപ്പം 120 രൂപയായിരുന്നു ടിക്കറ്റ്. ഒരാൾക്ക് ടിക്കറ്റ് 120 രൂപയാണ്. പനവട്ടം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ 3 ടിക്കറ്റ് വേണ്ട, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല. കുറേ കാടും പടലും മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ മുകളിൽ ഇതേപോലെ ലവ് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. ലവ് ബേർഡ്സ് അല്ല, എന്തൊക്കെ തരം തത്തകളും അങ്ങനത്തെ കുറച്ച് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാനിത് കണ്ടിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇവിടെ ഇങ്ങനെ, പിന്നെ ഭയങ്കര ഒരു ഇരുട്ടൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ശ്രദ്ധിച്ചത് അതിൽ ആ ഒരു കൊമ്പിലൊക്കെ ആയിട്ട് ഒത്തിരി ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബേർഡ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ എന്തൊക്കെയോ ടൈപ്പ് ബേർഡ്സാണ്, തത്തകളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇതേപോലെ ഇത് മറ്റേ ഓന്ത്, ഏതോ ടൈപ്പ് ഒരു ഓന്താണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് നമ്മൾ അങ്ങനെ കാണാത്ത ടൈപ്പ് ഒത്തിരി ബേർഡ്സും അതേപോലെ തന്നെ കുറച്ച് ആനിമൽസ്, കുട്ടി കുട്ടി ആനിമൽസിൻ്റെ ഒക്കെ ഇതേപോലെ അവർ ചില്ലിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചില്ലിലല്ല, ഇതേപോലെ അതിൻ്റെ മേലെ ഇതേപോലെ അവരുടെ പേരും അതേപോലെ തന്നെ പേരും അതേപോലെ തന്നെ ഏത് രാജ്യം എത്ര കാലം ജീവിക്കും അങ്ങനത്തെ അതൊക്കെ നമ്മൾ അതിൻ്റെ നേരെ മുകളിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതോ ഒരു തരം പക്ഷിയാണ്, പക്ഷേ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് കണ്ടോ നിങ്ങളിത് ഡ്രാഗണാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഒരു ഡ്രാഗണിനൊക്കെ ഞാൻ നേരിട്ട് കാണുന്നു. ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അപ്പോൾ അതൊരു ഡ്രാഗണായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് മുയലാണ്. അപ്പോൾ മുയൽ ഏതൊരു ടൈപ്പാണ്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഏതാണെന്നുള്ളത്. അതിൻ്റെ നെയിമും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ മുയലിനെ കണ്ടപ്പോൾ മിന്നുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓന് പേടിയായിരുന്നു. ബാക്കിയെല്ലാം ചില ബേർഡ്സിനൊക്കെ കാണുന്ന ടൈമിൽ ഓന് പേടിയായിരുന്നു. പിന്നെ ചിലതൊക്കെ നമ്മൾ ഇതേപോലെ ഈ ഒരു കുത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു മരത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അവിടെ എവിടെയായിട്ട് ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ പേരൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ വിവരണങ്ങളൊന്നും തരാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് ഏതോ തരത്തിലുള്ളൊരു പക്ഷിയാണ്. നമ്മുടെ ഒരു പ്രാവിൻ്റെ ഒക്കെ വേറൊരു ടൈപ്പ് എന്തോ സംഭവമാണ്. അപ്പം ഞാനിതെന്തായാലും കുറച്ച് സ്പീഡായിട്ട് കാണിക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ടൈമിൽ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ഭയങ്കര ലാക്കായി പോകും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം സ്പീഡപ്പായിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ആ ഒരു ബേർഡ്സിൻ്റെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മുടെ സീ സെക്ഷനാണ്. അതായത് കടലിലുണ്ടാകുന്ന നമ്മുടെ മീനുകളും മത്സ്യങ്ങളും അതേപോലെ തന്നെ അങ്ങനത്തെ നീരാളി, അങ്ങനത്തെ കടൽ നക്ഷത്രങ്ങൾ, ആമ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇനിയുള്ള വ്യൂസ് ഫുള്ള് നമ്മൾ കടലിനുള്ളിൽ കാണുന്നത് എന്തൊക്കെയാണോ അതൊക്കെയാണ്. അപ്പോൾ അതും ഞാൻ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആയിട്ട് വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ആളുകൾ കുറവായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. അപ്പോൾ ഇത്രയും ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഒന്നാമത് ഹോളിഡേ ആയിരുന്നില്ല. അപ്പോൾ ഹോളിഡേ ആയ ദിവസങ്ങളിൽ അവിടെ ടൈം എന്ന് പറയുന്നത് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പോയതൊരു ബുധനാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷമാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 9 മണി വരെ, നൈറ്റ് 9 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. ഹോളിഡേയ്സൊക്കെ ആണെങ്കിൽ, അതായത് സാറ്റർഡേ സൺഡേ എന്തെങ്കിലും അവധി ദിവസങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു പ്രോഗ്രാം 11 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. രാത്രി 9 മണി വരെ തന്നെയാണ് ഉണ്ടാവുക. അപ്പം ഞങ്ങൾ പോയത് എന്തായാലും ഹോളിഡേ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസും അതേപോലെ തന്നെ ഇത് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പോസ്റ്റും അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായിട്ടാണ് ഞങ്ങൾ പോയത് തന്നെ. പക്ഷേ ആ ഒരു ടൈമിലൊക്കെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ തിരക്ക് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ നടന്നിട്ടും കാണാൻ പറ്റി, എൻജോയ് ചെയ്യാനും പറ്റി. ശരിക്കും നമ്മൾ കടലിനുള്ളിലൊക്കെ പോയൊരു ഫീലിംഗ് ആയിരുന്നു. ആ ഒരു നമ്മുടെ മുകളിലും ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഈ ഒരു മീനൊക്കെ തന്നെയായിരുന്നു. പിന്നെ മീനെന്ന് വെച്ചാൽ നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന വെറൈറ്റി ടൈപ്പ് മീനായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ശരിക്കും അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ടൈപ്പ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്പീഡപ്പ് ചെയ്തിട്ടൊന്ന് കാണിക്കാം.
നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കില്ല ഒരു മത്സ്യകന്യകനെ നേരിട്ട് കാണുക എന്നുള്ളത്. അപ്പോൾ ഇത് അവിടെ അതിനുള്ളിലുണ്ടായിരുന്നതാണ് ഈ ഒരു കന്യക. ഒറിജിനലൊന്നും അല്ല, ആർട്ടിഫിഷ്യലാണ് എങ്കിൽ പോലും ശരിക്കും നമ്മൾ ആ ഒരു രൂപം നേരിട്ട് കണ്ടപ്പം എന്തോ ഭയങ്കര എക്സൈറ്റഡ് ആയി. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളാണല്ലോ നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുക. അപ്പോൾ കുറച്ചങ്ങോട്ട് മുൻപോട്ടേക്ക് നീങ്ങിയ ടൈമിൽ ഇതായിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ എന്തോ ഒരു വല്ലാത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു വലിയ മീൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ നടക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് ഇതേപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ. അപ്പോൾ ഇതേപോലെയാണ് മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ അവർ ആ ഒരു ഗ്ലാസിൻ്റെ അതിൻ്റെ മേലെ ഫുള്ള് മീനായിരുന്നു. നമ്മൾ ശരിക്കും ആ ഒരു കടലിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ കടലിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി പിന്നെ പുറത്തായിട്ട് അവർ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തല്ല, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു വലിയൊരു കൊട്ടാരം പോലെ ഒരു സംഭവം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതേപോലെ വെള്ളം വരുന്നത്, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. പിന്നെ ഇതാ കടൽ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏകദേശമൊക്കെ കണ്ടു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മിഥുന് കുറേ സമയത്ത് ഐസ്ക്രീമിന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കടലിൽ അണ്ടർ വാട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അച്ചാറുകളാണ്. അപ്പോൾ അച്ചാറുകൾ, വിവിധ തരം അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. നല്ല അടിപൊളി അച്ചാറൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് വേണ്ടതും നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ളതും. അങ്ങനത്തെ സാധാരണ ചന്തകളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ എല്ലാം ഉണ്ടായിരുന്നു. അവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. പഴയകാല മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കി എന്നുള്ളത്. ഞാൻ അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല. മിലുവിന് വേണ്ടിയിട്ട് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കുറേ മുട്ടായികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റടിച്ചു. ഈ ഒരു മുട്ടായികളൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതൊക്കെ മുട്ടായികളാണ്, പണ്ടത്തെ ഏതൊക്കെ മുട്ടായികളാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കണ്ടു. ഈ ഒരു ഗ്ലാസ്, ഒരു കുട്ടി ഗ്ലാസ്, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. നമ്മൾ ഫുൾ ജാർ സോഡയൊക്കെ ട്രെൻഡിങ് ആയ ടൈമിലാണ് ഞാൻ ഇത്രയും ചെറിയ ഗ്ലാസ് കണ്ടിട്ടുള്ളത്. അതും നമ്മൾ ഇൻസ്റ്റയിലോ റീൽസിലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു ഗ്ലാസ്സുകളൊക്കെ കാണുന്നത്. പിന്നെ നമുക്ക് അടുക്കളയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആ ക്യൂട്ടായിട്ടുള്ള കപ്പൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിയില്ല. പിന്നെ ഇതാ മിലുവിൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട് കളിപ്പാട്ടങ്ങൾ. അപ്പോൾ അവന് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കളിപ്പാട്ടങ്ങൾ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ. പക്ഷേ ഞങ്ങൾ അവന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ അധികം അങ്ങനെ വാങ്ങിയില്ല. ജസ്റ്റ് ഒരു കളിപ്പാട്ടം മാത്രം വാങ്ങി. അവൻ എവിടെ പോയാലും അങ്ങനെയാണ്, ഏതെങ്കിലും ഒന്ന് ഓന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര കൗതുകരമായി തോന്നി. ഈ ഒരു ഓന്തല്ല, നമ്മുടെ ഡ്രാഗൻ്റെ ആ ഒരു കുട്ടി എന്നാ സംഭവം എനിക്ക് മനസ്സിലാക്കില്ല. അതിങ്ങനെ നമുക്ക് സെൽഫി എടുക്കാൻ കയ്യിൽ നമ്മുടെ മേലൊക്കെ വെച്ചിട്ട് സെൽഫി എടുക്കുക. അപ്പോൾ അത് കുറേ കുട്ടികൾ അങ്ങനെ വീഡിയോസും സെൽഫിയൊക്കെ എടുത്ത് അതിൻ്റെ വീഡിയോസൊക്കെ സ്ക്രീനിൽ അവരിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളാണ്, കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു അഡ്വഞ്ചറസായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ചെയ്തൊന്നുമില്ല, ജസ്റ്റ് അവിടെ നോക്കി. പിന്നെ നമ്മുടെ കുറച്ചും ഇങ്ങോട്ടേക്ക് നടന്നപ്പോൾ പോപ്കോണിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് കുട്ടി ഐറ്റംസ്, അതായത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തട്ടകം ഫുഡ് കോർട്ടായിരുന്നു. അപ്പോൾ ഫുഡ് കോർട്ട് ഇതാ മുളക് ബജി, അതേപോലെ പാനിപ്പൂരി, ഗോബി മഞ്ചൂരി, അങ്ങനെ പൊട്ടറ്റോ ട്വിസ്റ്റർ, അങ്ങനത്തെ ഐസ്ക്രീം, അതിൻ്റെ ഒക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുലുക്കി സർബത്ത്, അതേപോലെ തന്നെ കുത്ത് പൊറോട്ട, അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കോർട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിക്കാമായിരുന്നു. അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ സാധാരണ ഈ എക്സ്പോനൊന്നും പോയാൽ
നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എവിടെ പോയാലും കഴിക്കുന്നത് പാനിപ്പൂരിയാണ്. ഞങ്ങൾ പാനിപ്പൂരിയാണ് വാങ്ങിയത്. പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിലുവിനെ ഞങ്ങൾ പറ്റിച്ചു. അവരുടെ അടുത്തുനിന്ന് ജസ്റ്റ് ആ ഒരു ബോൾ മാത്രം വാങ്ങി. എന്നിട്ട് അവന് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒഴിച്ചൊന്നും കൊടുത്തില്ല. ജസ്റ്റ് ഓനെ പറ്റിച്ചു. അതങ്ങനെ ഇത്തിരി ആക്കിയിട്ട് ഓനെ ഇങ്ങനെ പറ്റിച്ചു. പിന്നെ അത് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് ഭയങ്കര എരിവായതുകൊണ്ട് പേടിയാണ് ഓന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ പറ്റിച്ചിട്ട് ജസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആക്കിയിട്ട് ഓന് നമ്മളൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് അതേപോലെ തന്നെ കഴിക്കണം എന്നാണ് ഓൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് എരിവൊന്നും ഓന് സഹിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഓനെ പറ്റിച്ചിട്ട് ആ ഒരു ബോൾ എൻ്റെ കൈ കൊടുത്തു. ഓനത് കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കറുമുറ് പറയുന്നത് കൊണ്ട് ഓനത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കറുമുറ് സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഓന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓനും കഴിച്ചു, ഞങ്ങളും കഴിച്ചു. പാനിപ്പൂരിയൊക്കെ അടിപൊളിയായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു പാനിപ്പൂരി ഐസ്ക്രീം മാത്രമേ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചുള്ളൂ. അധികം ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഞാൻ പാനിപ്പൂരി കഴിച്ചു. ഞാൻ ഇവിടെ പോയാലും കഴിക്കുന്നൊരു സംഭവമാണ് പാനിപ്പൂരി. എനിക്ക് എത്ര കഴിച്ചാലും ഇഷ്ടം കുറയാത്തൊരു ഫുഡാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിച്ചു. മിലു അങ്ങനെ അടുത്ത് ഭയങ്കര കഴിപ്പായിരുന്നു. അവന് പിന്നെയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ ഒന്നിലുള്ള മസാലയൊക്കെ വേറൊന്നിലാക്കിയിട്ട് ആ ഒരു പീസ് കൂടെ ഒന്ന് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതായിരുന്നു അവിടുത്തെ ലാസ്റ്റ് ഒരു കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് എൻട്രൻസ് ആണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണി 5:30 ആ ഒരു ടൈമിലാണ് എത്തിയത്. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്ത് നിന്നിട്ട് അറിഞ്ഞില്ല, ആ ഒരു ടൈമൊന്നും പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ വേറെ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൊരു വീഡിയോ. ഇപ്പോൾ ടാറ്റ ബൈ ബൈ സി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.